അല്ല ബാംഗ്ലൂരോ? ആ ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് 10 കോളേജുകളിൽ കോളേജാണ് ഈ കോളേജ്. ആ പപ്പ, ഞാൻ ഇന്നലെ ഗൂഗിൾ സെർച്ച് ചെയ്തിരുന്നു. അതെയോ? അതെ. കണ്ടോ, അവനറിയാം. വലിയ വലിയ സെലിബ്രിറ്റികൾ മക്കൾ പഠിക്കുന്ന ഒരു കോളേജാണ്. അവിടെയൊക്കെ നമ്മൾ മക്കൾ പഠിക്കുക പറയുന്നത് തന്നെ ഒരു സ്റ്റാറ്റസ് ആണ്. അല്ല ഇതിനൊക്കെ പൈസ കുറേ ആവൂലേ? നല്ല കോളേജാകുമ്പോൾ അത്യാവശ്യം ഫീസ് കിട്ടേണ്ടി വരും. പക്ഷെ പേടിക്കേണ്ട, നല്ല മാർക്ക് എടുത്തിട്ടുണ്ടല്ലോ, സ്കോളർഷിപ്പ് സംഘടിപ്പിക്കാന്ന്. അപ്പം നമ്മൾ ഇപ്പോൾ പൈസ ഒന്നും അടക്കണ്ടേ? നിങ്ങൾ വലുതായിട്ട് നടക്കണ്ട. ആദ്യം രജിസ്ട്രേഷൻ ഫീസ് ഒരു 1000 rupees. അത്രേ ഉള്ളൂ. പിന്നെ അഡ്മിഷൻ ഫീസ് ഒരു 25,000. പിന്നെ ഒരു സെമസ്റ്ററിന്റെ ഏതാണ്ട് ഒരു 26-28 വരും. പിന്നെ ഇതൊരു പ്ലസ് എന്താണെന്നറിയോ, ഈ കോളേജിന്റെ പ്രത്യേകത അവിടെ ആഡ് ഓൺ കോഴ്സ് ഉണ്ട്. അതാണ് നമ്മുടെ കോളേജിന്റെ പ്രത്യേകത. അത് ശരി. ഈ ആഡ് ഓൺ കോഴ്സിന് ഒരു വർഷത്തിൽ 75,000 rupees വരും. ഇത്രയേ ഉള്ളൂ. ഹോസ്റ്റൽ വേണോ? ഹോസ്റ്റൽ വേണ്ടി വരും. എൻ്റെ ഒരു അമ്മായിൻ്റെ മോളെ അങ്ങോട്ട് കെട്ടിച്ചിട്ടുണ്ട് ബാംഗ്ലൂർ. അവിടെ നിൽക്കാൻ പറ്റുമോ എനിക്ക്? ഇല്ല, ഹോസ്റ്റൽ വേണ്ടി വരും. ബാംഗ്ലൂർ വേണ്ടി വരും. അതിന് നമ്മൾ കാറ്റഗറി ഉണ്ട്. ഓക്കെ, സ്റ്റുഡൻസുമായിട്ട് പെയർ ചെയ്ത് താമസിക്കുന്ന രീതിയിൽ അതിന് ഒരു വർഷത്തിന് 1.5 ലക്ഷം രൂപ. പറഞ്ഞു വരുമ്പോൾ എത്ര വരും ഒക്കെ പാടെ? ഇല്ല, ടോട്ടലായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു സെമസ്റ്ററിന് നമ്മളൊരു 1.5 ലക്ഷം രൂപ ഉണ്ടാക്കിയത്. ശരി. പിന്നെ നമ്മൾക്ക് വഴിയെല്ലാം ക്ലിയർ ആവും. കാരണം നമ്മളവിടെ ചേർന്ന ശേഷം നമുക്ക് ഈ സ്കോളർഷിപ്പ് സംഘടിപ്പിക്കാൻ കഴിയും. പക്ഷെ അത് പേടിക്കേണ്ട, ഈ കോളേജ് ചേർന്ന് കഴിഞ്ഞാൽ ചേർന്ന ഉടനെ തന്നെ അവർ തന്നെ നമുക്ക് പ്ലേസ്മെന്റ് തരും. മനസ്സിലായില്ല? അവർ തന്നെ വലിയ വലിയ കമ്പനികൾ, വലിയ ഭീമൻ കമ്പനികളുമായിട്ടാണ് ഈ കോളേജ് ടൈപ്പ് ചെയ്തിട്ട് പഠിച്ച് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾക്ക് ജോലി കിട്ടും. ജോലി കിട്ടിയപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ വരുന്നില്ലേ? അത് ശരിയാണ്. കുഴപ്പമില്ല. അപ്പൊ ഒന്നും ആലോചിക്കണം, നമുക്ക് അഡ്മിഷൻ ഇല്ലല്ലോ നമ്മൾ. ശരി, എന്നാ ചേട്ടൻ ഇപ്പോ പിന്നെ ഒരു അഡ്വാൻസ് പേയ്മെന്റ് ഒരു 50,000 പടക്കണം. ശരി, ഞാൻ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്താൽ പോരെ? എന്നോട് കാശ് അടിച്ചോളൂ. വണ്ടി വന്നിട്ട് പഠിക്കണം കേട്ടോ. ഗീത അവിടെ പോയത്. ശരി, അവിടെ അടച്ചിട്ട് ഓക്കെ. പപ്പന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം പറയും. എന്താടാ? എക്സാം എഴുതാൻ പറ്റില്ല എന്നാ സാറ് പറയുന്നത്. ഫീസ് അടച്ചില്ലെങ്കിൽ ഫ്രണ്ട്സിന് മുന്നിലൊക്കെ ഞാൻ ആകെ ഷെയിമായി. ആ ശരിയാക്ക്. എന്താ പ്രശ്നം? അല്ല, നിങ്ങളൊന്ന് പറഞ്ഞ പോലെ ഇതിൽ എന്തെങ്കിലും സ്കോളർഷിപ്പിന്റെ കാര്യം ഒന്ന് ചെയ്തു തരും. ചേട്ടായി, നിങ്ങളുടെ മോൻ ആ സ്കോളർഷിപ്പിന് എലിജിബിൾ അല്ല. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ അത്രയും ഇല്ലാത്ത കാശ് ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ട് ചേർത്തിയത്. ഇപ്പം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ എൻ്റെ കാര്യം കഷ്ടത്തിലാണ്. ഓരോ കോളേജിനും ഓരോ റൂൾസ് ആണെന്ന്. നിങ്ങൾ ഞാൻ വന്നതെന്ന് പറഞ്ഞപ്പോൾ ഒന്നും പറഞ്ഞില്ല. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ കോളേജാണത്. ഇപ്പം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്ത് ചെയ്യാനാ? നിങ്ങൾ കാശ് ഉണ്ടാക്കും. കയ്യും കാലും പിടിച്ചിട്ട് നിങ്ങളെ മോനെ അവിടെ അഡ്മിഷൻ ഉണ്ടാക്കി തന്നെ. നിങ്ങൾക്കറിയോ അത്? ഇതാ പറയുന്നത്, ഈ കാലത്ത് ഒരു മനുഷ്യന് ഉപകാരം ചെയ്യാൻ പാടില്ല എന്നുള്ളത്. നിങ്ങൾ പോയി കാശ് ഉണ്ടാക്കാൻ നോക്കും മനുഷ്യ. രാജീവേട്ടാ. ആരത്? ഫിറോസോ? വാ വാ വാ, അകത്തിരിക്കുക. ഇല്ല, കേറുന്നില്ല. എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം. പിന്നെ തിരക്കിലാണോ? എന്തെന്താ പറഞ്ഞോ, കാര്യം പറഞ്ഞു. ഞാൻ അത്യാവശ്യം കാര്യം പറയാൻ വന്നായിരുന്നു. എന്ത്? ഞാൻ ഈ മോനെ കോളേജിൽ ചേർത്തിട്ടുണ്ട്, ബാംഗ്ലൂർ. സന്തോഷം. സീറ്റ് കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, താങ്ക് യു. പക്ഷേ പിന്നെ പറഞ്ഞു വരുമ്പോൾ വലിയൊരു തുക വേണം. വേണമല്ലോ. എന്താ, മെഡിസിനാണോ? മെഡിസിനൊന്നുമല്ല. അപ്പോൾ എനിക്ക് കുറച്ച് പൈസ റൊട്ടേഷന്. അതെയോ? ഒരു 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എനിക്കൊരു 3 മാസം സമയത്തിന് തരണം. ഫിറോസേ, മോന് മെഡിസിൻ പഠിക്കണം എന്നത് താല്പര്യം. എന്നാൽ പിന്നെ അബ്രോഡിലായിക്കോട്ടെ എന്ന് വിചാരിച്ചു. US കിട്ടിയത്. ആണോ? തീരുമ്പോഴേക്കും കോടികൾ ചിലവാകുമെന്ന് അറിഞ്ഞ വിഷയമല്ലേ? അതെ. ഒന്നും വിചാരിക്കരുത്. ഇല്ല, കുഴപ്പമില്ല. ഇതിപ്പോൾ ചെണ്ട പോയി മദ്യത്തിനോട് സങ്കടം പറഞ്ഞ മാതിരിയായി. നാളെ എൻ്റെ പെങ്ങളുടെ കുട്ടീൻ്റെ കല്യാണം കണക്ക് അറിയാലോ. അതിന് തന്നെ ഇപ്പോൾ ഒരു പൈസ ഒന്നും തിരിമറി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അടിയുടെ സ്വഭാവം കണക്കറിയാലോ. ശരി എന്നാ. ഇല്ല, പറഞ്ഞോ. ഞാനൊരു ബൈക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്തുപറ്റി? എന്താ ഫിറോസ്, എനിക്കറിയില്ല സംഭവം. അറിയില്ല. ഞാൻ ആ ബസ് എടുത്ത് കുടുങ്ങിയപ്പോൾ ബ്രേക്കിന് എടുത്തിക്കണേ. ഇനിയിപ്പോൾ അത് ഇറക്കാൻ തന്നെ കണ്ടമാനം പൈസ. ഞാൻ ആകെ ബുദ്ധിമുട്ടിലാണ്. ഉണ്ടെങ്കിൽ ഞാൻ തരുന്നിനിപ്പോ എന്താ? അല്ല, എനിക്ക് മനസ്സിലായി. പക്ഷെ എന്താന്നറിയോ, ഇപ്പത്തെ അവസ്ഥ മോശമാണ്. എന്തായാലും ഞാൻ വിളിക്കാട്ടോ. ശരി എന്നാ. പപ്പ സോറി പപ്പ. ഞാൻ നേരത്തെ അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ? സോറി. കുഴപ്പമില്ല പപ്പ, കാശുണ്ടാക്കാം. മോമി പഠിക്കണം. ഇല്ല, ഞാൻ ഈ ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പോകുന്നില്ല. അതെന്താ? ഇല്ല, ഞാനിവിടെ പഠിച്ചോളാം. ഇവിടെ?
ആ എവിടെയാണെങ്കിൽ നല്ലോണം പഠിച്ചാൽ പോരെ ഇവിടെ പഠിച്ചോളാം